ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് രഹ്ന. ഇന്ന് ഞങ്ങളുടെ മസ്ക ബൺ ആൻഡ് ഇറാൻ ടീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് ആൻഡ് 2 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അവിടെ വരുന്ന ആൾക്കാരുടെ റിയാക്ഷൻസ്, റിവ്യൂസ്, കമൻറ്റ്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. എന്തെങ്കിലും ഒരു തെറ്റുകുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. വരും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീഡിയോ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ട്രൈപോഡൊക്കെ ആയിട്ട് ഞാൻ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി കാറിൽ കയറിയിരിക്കുകയാണ് പോകാനായിട്ട്. പറവല്ലോ സമയം പോയി. ഞങ്ങളുടെ ബണ്ണിന്റെ പെട്ടിയാണ് ഇതിൻ്റെ അകത്ത്. നേരത്തെ പോവായിരുന്നു ഞങ്ങൾ നേരം വൈകിയ കൊണ്ടാണ്. അത് നിങ്ങളതാണ് ഇന്നത്തെ വിഷയം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്പോട്ട് വരുന്നത്. ഞങ്ങൾ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലെ വലിയൊരു ലോറി കിടക്കായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ടേബിള്. ഈ ടേബിള് വലിയ രസമൊന്നുമില്ല കാണാൻ, എന്നാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ ഇടും. അപ്പോൾ ആരെങ്കിലൊക്കെ വരുമോ നോക്കാം. ഞങ്ങളിതാ ഇവിടെ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഒരു ഓട്ടോ ചേട്ടൻ വന്ന് നിർത്തിയിട്ടുണ്ട് വണ്ടി. സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ നേരത്ത് തന്നെ ആളുകൾ വന്നു തുടങ്ങാറുണ്ട്. അത് ഞങ്ങളുടെ പൈസ പെട്ടിയാണ്. വീട്ടിൽ ജ്വല്ലറീസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന പെട്ടിയാണ്. ഇവിടെ വന്നിട്ടൊരു പൈസ പെട്ടിയാക്കി. അപ്പം അതിലാണ് ഞങ്ങളുടെ എല്ലാ സമ്പാദ്യമുള്ളത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ബണ്ണിൻ്റെ പെട്ടികൾ. ഒരു 5 പെട്ടിയുണ്ട്. ടോട്ടൽ ഒരു 300 വരും. ഈ ട്രെൻഡൊക്കെ ഏതാണ്ട് അവസാനിക്കാറൊക്കെ ആയി. എന്നാലും ഞങ്ങൾ ഇത് ഇത്രയും കൊണ്ടുവരും. എല്ലാ ദിവസവും സെയിലായി പോവാറുണ്ട്. ചോക്ലേറ്റും ഇത് നോർമൽ ബൺ മസ്കയുടെ ക്രീമുമാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സിലായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇവർ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ നല്ല കൂട്ടായി. ഈ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല റഷായി. അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ട്രൈപോഡ് അവിടെ വെച്ചിട്ട് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് പോവുകയാണ്. അപ്പം ഞാനത് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ വീഡിയോ നോക്കിയപ്പോഴാണ് ഫോക്കസിലല്ല ഇരിക്കുന്നത്. ഞങ്ങളുടെ പകുതി മാത്രമേ എല്ലാവരും കാണാൻ പറ്റുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ നേരെയാക്കി വെച്ചപ്പം ഇപ്പം എല്ലാം ക്ലിയറായി. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? ചായ
எப்படி இருக்கு? சூப்பரா இருக்குது. பண்ணு சாப்பிட்டியா? பண்ணு நல்லா இருக்கு. நல்லா இருக்கு. நான் சாப்பிடு. நான் சாப்பிடு. ஓகே. தேங்க் யூ. വരും. രണ്ടുപേരും വരും നാളെ. നാളെ വരും. ഇപ്പം ഞങ്ങൾ നോർമൽ ബൺമസ്കയും അതേപോലെ ചോക്ലേറ്റും ആണ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇത് മാത്രമേ ബാലൻസ് ഉള്ളൂ. എന്താണെന്നറിയോ, ഇന്നത്തെ ക്രീമാണ് അടി. 1 ബോക്സ് കംപ്ലീറ്റ്. നേരെ കാണുന്നത് പിള്ളേരൊന്നും മേടിച്ചില്ല. വൈഫ പറഞ്ഞപ്പോ ഞാൻ കൂടെ വന്നാണ്ടപ്പോ പിള്ളേര് മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എടുത്തോന്ന് അല്ലാന്നേ ഞാൻ 3-4 കഴിച്ചു. അടിപൊളി. ഞങ്ങൾ അടുത്ത ബോക്സ് നമ്മൾ അടുത്ത ബോക്സ് ഫില്ലാക്കിയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് മസ്കാബൺ. ഞങ്ങൾ വന്ന് നിന്നപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾ സെറ്റാണ്. അത്യാവശ്യം ക്രൗഡ് കുറഞ്ഞിട്ടുണ്ട്. ഒരു പെട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 പെട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബോക്സ് എടുക്കാം. ഇപ്പോൾ 2 ബോക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാ പിടിച്ചോ. ചായ വേണം. ബണ്ണ് വേണ്ടേ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ചായ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അമ്മറേ കറക്റ്റ് ആയിരിക്കും. അതിനെ എനിക്കും പറയും. ഞാനില്ലല്ലോ, കഴിച്ചില്ലേ? അടിപൊളി സാരം. അവൻ്റെ ഇവിടെ എന്ത് കിട്ടിയാലും അവൻ കഴിച്ചു. ആഹാ. ഏതാ കഴിച്ചേ? ചോക്ലേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ. റെക്കമെൻഡ് ചെയ്യോ ഫ്രണ്ട്സിന്? എല്ലാരും വന്ന് കഴിക്കണം. നല്ല ചായ, നല്ല ബണ്ണ്. നിങ്ങൾ സ്ഥിരം വരുന്നവരല്ലേ? നല്ല പതുപതുപ്പുണ്ട്, സോഫ്റ്റ്നെസ് ഉണ്ട്. ഇത് ചോക്ലേറ്റ് ആണിത്. ചോക്ലേറ്റും നോർമൽ മസ്കേഡും കൂടെ മിക്സ് ആണ്. നല്ല സൂപ്പറാണ്. ഇവിടെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ഇത് മുന്നേ കഴിച്ചിട്ടുണ്ട്? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പെട്ടിയാണ്. ഒരു
എത്ര ബാക്കിയാണ്? 30, 40. 30, 40, 50 ഒക്കെ ബാക്കിയുണ്ട്. തളർന്നു പോയി. ഇതേതാ മിക്സ് ആണോ? അങ്ങോട്ട് ക്ലോസപ്പ് കാണിക്കും. വാവ്, മിക്സ് തന്നെ ഇട്ട് മിക്സ് ചെയ്യുന്ന അത്ര കാണിച്ചാൽ മതിയൊന്ന്. ഇതിപ്പോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇവർ രണ്ടുപേരും കഴിക്കുകയാണ്. ഞാനും കുറച്ച് കഴിയുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ 5ാമത്തെ ബോക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ സാധനം. ഒരു 50 കൂടെ ഉണ്ട് ബാക്കി. അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി വീട്ടിൽ പോകാൻ പറ്റൂ. ഞാൻ ചായ കുടിക്കാനായിട്ട് പോവാണ് ഗായ്സ്. നീ രണ്ടാമത് പിന്നെയും ചായ കുടിക്കുന്ന? ഇവിടെ നിന്ന് ഞങ്ങളുടെ 30 രൂപ കുടിച്ചു തീർക്കുന്നു. ഒരു ദിവസം ഞങ്ങൾ തന്നെ ഒരു 5 ബണ്ണും 5 ചായയും കുടിച്ചു തീർക്കും. അവിടെ തന്നെ ഒരു 500 രൂപ ഞങ്ങൾക്ക് ലോസാണ്. എന്നാലും പോട്ടേന്ന് വിചാരിച്ച് റിപ്പീറ്റ് അടിക്കുക തന്നെ. കോട്ടയത്ത് വെച്ചിട്ടോ? പിന്നെ നമുക്കും കഴിക്കണ്ടേ? ബാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൊതി വരും. അപ്പൊ നമ്മളും കഴിക്കും. ഡെയിലി ബണ്ണും ചായ ഇപ്പൊ തിന്നോണ്ടിരിക്കും. പണ്ട് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ബണ്ണും ചായയൊന്നും കഴിക്കാൻ. പക്ഷെ ഇപ്പം ഈ സംഭവം കൊള്ളാം അല്ലേ? ലാസ്റ്റ് കസ്റ്റമേഴ്സ്. അപ്പം നമ്മുടെ സാധനം തീർന്നിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ എല്ലാ ബണ്ണും തീർന്നിട്ടുണ്ട്. ഇപ്പം സമയം എത്ര മണിയായി? 9 മണിയായിട്ടുണ്ട്. പ്രതീക്ഷിച്ച സമയത്ത് കഴിഞ്ഞില്ല. ഇന്ന് 8 മണിക്ക് തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ 9 മണിയായി. ഈ സാധനം ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ലാസ്റ്റ് വന്ന ആൾക്കാർക്ക് തികയാതായതുകൊണ്ട് ബാക്കി കൊടുക്കാനും പറ്റിയില്ല. ഇവിടെ ഒരു ഏതാ അപ്പോൾ ഈ നമുക്ക് വേസ്റ്റ് പറക്കുന്നത് കാണാം. ഇനി നമ്മൾ ലാസ്റ്റത്തെ ചട്ടി പഠിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇത്രയും ബണ്ണും ഇത്രയും ക്രീമും കളയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ വടിച്ച് നമ്മൾ തിന്നാന്നങ്ങ് വിചാരിച്ച്. കമന്റ് ബോക്സ് മൊത്തം ഇത് ഫുള്ള് നിങ്ങളെ വായിക്കാൻ. ലാസ്റ്റ് ഒരു ചേട്ടൻ വന്നിട്ട് പാഴ്സലൊക്കെ ചോദിച്ചതാണ്. പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞതൊന്ന് വടിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ കൊടുത്തില്ല. നമ്മുടെ ഒരു എത്തിക്സിന് ചേർന്ന് അല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് കഴിക്കും. എല്ലാവരും പോയിട്ട് എല്ലാവരും മടിച്ചു തിന്നലുണ്ടെന്ന് അങ്ങനെ വടിച്ചതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. കാരണം അതിൽ ഒരുപാട് ക്രീം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം എനിക്കിവിടെ തടി അതിലിനി ഉണ്ടോ വടിക്കാൻ? ഞാനും കൂടെ ബാക്കി വടിച്ച് തിന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു 8 മണി 8:30 ആ ടൈമിലൊരു ഗ്യാപ്പ് വരും. പിന്നെ എല്ലാവരും വരുന്ന ഒരു 8:45, 9 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ പേരങ്ങ് വരും. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കാല് തളരും അപ്പോഴത്തേക്കും. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള സമയമായി. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ആക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ ശരി, കാണാം. ബൈ ബൈ. ഇതൊക്കെ നമുക്ക് മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കാം. നമ്മൾ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടേബിളും കൂടെ അടിച്ച് മടക്കി പെട്ടിയിലാക്കണമെന്നല്ല, വണ്ടിയിലാക്കണം. ഒടിച്ചു മടക്കി വണ്ടിയിലാക്കണം. അതാണ് കുറച്ച് പാടുള്ള പരിപാടി. ഹായ് ഐസു. എന്തിന്? എന്തെന്ന്?
കൈ പിടിക്കാനായിട്ട് ലോട്ടൊക്കെ പോവാണ്. ആണോ? അപ്പൊ ഇന്നത്തെ പരിപാടി കഥം. ടാറ്റ. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ കാറിന്റെ അവസ്ഥ. ഇത് നമ്മുടെ ടേബിള്. ഞാനും ഐസു. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടറിന്റെ വീടിന്റെ പിറകിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കളിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് നിങ്ങൾ. ഇതിവിടുത്തെ സ്പെഷ്യൽ ടീ. ആ പറ. കഴിക്കാൻ പോയിട്ട് കഴിക്കാൻ പോവാണ്. നമ്മൾ ഇതിപ്പോ എവിടെയാ ഉള്ളത്? ക്ലബ് ഷവായ. പോയതാ. ആണോ? നമ്മളിപ്പോ മന്തി കഴിക്കാൻ വന്നതാണ് ഗായ്സ്. നമ്മൾ കിട്ടിയ ലാഭത്തിന് നമ്മൾ ഇന്ന് മന്തി കഴിക്കാന്ന് വിചാരിച്ചു. ചവിട്ടല്ലേ. നമ്മൾ മന്തി മേടിച്ചു ഗായ്സ്. വീട്ടിൽ പോയിട്ട് കഴിക്കാം. അപ്പൊ ശരി, ബൈ ബൈ.